ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 10ാം തരം ലിസാനുൽ ഖുർആൻ പാഠഭാഗം 10 അന്നസീഹ എന്ന തലവാചകത്തിൽ ആരംഭിക്കുന്ന അന്നക്കിറ വൽ മഅരിഫ എന്ന വിഷയം പ്രതിപാദിക്കുന്ന പാഠം നമ്മുടെ ക്ലാസ്സിനെടുക്കാം. പാഠഭാഗത്തിലൂടെ കടന്നാൽ ഹെഡിങ് അന്നസീഹ. ജാഅ റജുലുൻ വദഖല ഫിൽ മസ്ജിദ് വസല്ല റകഅതൈനി വറആഹു ഖാലിദുൻ ഇമാമുൽ മസ്ജിദ്. ജാഅ റജുലുൻ ഒരാൾ വന്നു, വദഖല ഫിൽ മസ്ജിദ് അദ്ദേഹം പള്ളിയിൽ പ്രവേശിച്ചു, വസല്ല റകഅതൈൻ 2 റകഅത്ത് നിസ്കരിച്ചു, വറആഹു അദ്ദേഹത്തെ കണ്ടു ഖാലിദുൻ ഇമാമുൽ മസ്ജിദ് പള്ളിയിലെ ഇമാമായ ഖാലിദ് അദ്ദേഹത്തെ കണ്ടു. വകാനത്തു സ്വലാത്തു ദാലിക റജുൽ ആ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ നിസ്കാരമായിരുന്നു ഗൈറ സ്വഹീഹ ഇൻവാലിഡായിരുന്നു, ശരിയായിരുന്നില്ല, സാധുവായിരുന്നില്ല. കാരണം ലിഅന്നഹു കാന സജദ അല ഇമാമത്തിഹി അദ്ദേഹം തൻ്റെ തലപ്പാവിന് മുകളിലായിരുന്നു സുജൂദ് ചെയ്തിരുന്നത്. സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെയും തൻ്റെ നെറ്റിയുടെയും ഇടയിൽ ഒരു മറ വന്നാൽ നമുക്കറിയാം സുജൂദ് ശരിയാവുകയില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നിസ്കാരം ശരിയായിരുന്നില്ല. അത് പള്ളിയിലെ ഇമാമായ ഖാലിദ് ശ്രദ്ധിച്ചിരുന്നു. വഖാല അൽ ഇമാം ബഅദൽ ഫറാഖി മിനസ് സ്വലാഹ് ആ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇമാം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ യസിഹു സുജൂദ് അലൽ ഇമാമ തലപ്പാവിൻ്റെ മുകളിൽ തലയെക്കെട്ടിൻ്റെ മുകളിൽ സുജൂദ് ചെയ്താൽ നിസ്കാരം സാധുവാവുകയില്ല, ശരിയാവുകയില്ല. അതുകൊണ്ട് ഫസ്തഇനി ഫി സ്വലാ നിസ്കാരം മടക്കി നിസ്കരിക്കണം, വീണ്ടും ഈ നിസ്കാരം ആവർത്തിക്കണമെന്ന്. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ ടെക്സ്റ്റ്. ഇതിൽ നമുക്ക് പഠിക്കുവാനുള്ള വിഷയം അന്നക്കിറ വൽ മഅരിഫ എന്നതാണ്. നക്കിറയും മഅരിഫയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറബി ഭാഷയിലെ കലിമത്തുകൾ, അതായത് അറബി ഭാഷയിലെ വാക്കുകൾ ആകെ 3 ഐറ്റമാണ്. നമ്പർ 1 ഇസ്മ അൽ ഇസ്മ, നമ്പർ 2 ഫിഅൽ അൽ ഫിഅൽ, നമ്പർ 3 അൽ ഹർഫ്. ഇസ്മോ ഫിഅലോ ഹർഫോ അല്ലാത്ത 4മതൊരു വാക്ക് അറബി ഭാഷയിൽ ഇല്ല. ഇതിൽ 1ാം കാറ്റഗറിയായ ഇസ്മിൻ്റെ പുതിയൊരു ക്ലാസിഫിക്കേഷനാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള നക്കിറയും മഅരിഫയും. അതായത് ഇസ്മിലാണ് ഒന്നുകിൽ നക്കിറ അല്ലെങ്കിൽ മഅരിഫ എന്ന വേർതിരിവ് വരുന്നത്. ഏത് ഇസ്മും അറബിയിൽ ഒന്നുകിൽ നക്കിറയായിരിക്കും അല്ലെങ്കിൽ മഅരിഫയായിരിക്കും. അതെന്താണ് എന്നും, നക്കിറ എന്നാൽ എന്ത്, മഅരിഫ എന്നാൽ എന്ത്. പിന്നെ അതിൽ രണ്ടാമത്തേതായ മഅരിഫ അറബിയിൽ ആകെ 6 ഇനമാണുള്ളത്. ആകെ 6 ഇനം. ഏതൊക്കെയാണ് ആ 6 ഇനങ്ങളെന്നും ഈ 2 പോയിൻറ്റ്സ് മാത്രമാണ് ഇൻഷാ അല്ലാഹ് അന്നസീഹ എന്ന ഹെഡിങ്ങിലുള്ള നമ്മുടെ ഈ 10ാം പാഠത്തിലെ അന്നക്കിറ വൽ മഅരിഫ എന്ന വിഷയം പഠിക്കേണ്ട ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ശ്രദ്ധിക്കണം, വെറും 2 പോയിൻറ്റ്സ് മാത്രം. ഒന്ന്, അറബിയിൽ കലിമത്തുകളിൽ പ്രധാനിയായ ഇസ്മ് ഒന്നുകിൽ നക്കിറയായിരിക്കും അല്ലെങ്കിൽ മഅരിഫയായിരിക്കും. ദാറ്റ് ഇസ് പോയിൻറ്റ് നമ്പർ 1. പ്ലീസ് നോട്ട് പോയിൻറ്റ് നമ്പർ 2. മഅരിഫകൾ അറബി ഭാഷയിൽ ആകെ 6 ഇനമാണ്. ആ 6 എണ്ണം ഏതൊക്കെയാണ്, അതിൻ്റെ പേരുകളും മാത്രമാണ് ഈ പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മഅരിഫകൾ 6 എണ്ണത്തിൻ്റെ 1 മുതൽ 6 എണ്ണവും ഓരോ പാഠങ്ങളായി വിശദമായി വിശകലനം ചെയ്തുകൊണ്ടാണ് അടുത്ത 11 മുതൽ 16 വരെയുള്ള പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഓരോന്നും നമുക്ക് വേറെ കൃത്യമായി ശരിക്ക് പഠനത്തിന് വിധേയമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഈ പാഠഭാഗത്തെ തിരിച്ചു വന്നാൽ തജിദു ഫിമാ സബഖ അവ്വലൻ ലഫ്ളൻ മുലവ്വന. നമ്മൾ ഈ വായിച്ചെടുത്ത പാഠഭാഗത്തിൽ കളർഫുള്ളായ വർണ്ണം മാറ്റി നിറം മാറ്റി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത വേർഡ്സ് ഉണ്ട്. അതിൽ 1ാമത്തെ വേർഡ് വഹുവ റജുലുൻ. ബ്ലാക്ക് ടെക്സ്റ്റ് ഇങ്ങനെ പോകുന്നതിനിടയിൽ നല്ല പിങ്ക് കളറിൽ റോസ് കളറിൽ കൊടുത്തിട്ടുണ്ട് റജുലുൻ എന്ന 1ാമത്തെ ഒരു പദം. എന്താ റജുല്, അറബിയിൽ എന്താ റജുല്? അത് പറഞ്ഞാൽ തന്നെ നമുക്ക് നക്കിറ സിമ്പിളായി മനസ്സിലാക്കാം എന്നർത്ഥം. വഹുവ ഇൻസാനുൻ ഗൈറു മുഅയ്യൻ യുഖാലു ലഹു നക്കിറ. വഹുവ ഇൻസാനുൻ ഗൈറു മുഅയ്യൻ, ഒരാൾ. പച്ച മലയാളത്തിൽ ഇവിടെ സിമ്പിളായി പറഞ്ഞാൽ ഒരാൾ, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്നർത്ഥം. ഇൻസാനുൻ ഗൈറു മുഅയ്യൻ, ഏതാളും ആവാം, ഫിക്സ്ഡ് പേഴ്സൺ അല്ല, ഒരു നിശ്ചിത വ്യക്തി, ഒരു നിശ്ചിത മനുഷ്യൻ, ഇന്നയാൾ അല്ലെങ്കിൽ നിശ്ചിത വസ്തു എന്നല്ല. ഗൈറു മുഅയ്യനായ ഒരാൾ, ഒരു വ്യക്തി. യുഖാലു ലഹു, ഇത്തരം പ്രയോഗങ്ങൾക്കാണ് അറബിയിൽ നക്കിറത്തുൻ നക്കിറ എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തി, ഒരാൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു വസ്തു, ഇന്നാലിന്ന വ്യക്തി, ഇന്നാലിന്ന വസ്തു, ഇന്നാലിന്ന സ്ഥലം, അല്ലെങ്കിൽ ഇന്ന സ്ഥാനം എന്ന് ഫിക്സായി
ക്ലിപ്തപ്പെടുത്തി നിശ്ചിതമാക്കി ഇത്, ഇവൻ, ഇവൾ എന്ന് മനസ്സിലാക്കി തരാത്ത രൂപത്തിൽ ആരെയും ഉൾക്കൊള്ളിക്കാവുന്നൊരു പദം. ഇതിനാണ് അറബിയിൽ നക്കിറ എന്ന് പറയാം. വതജിദു സാനിയൻ ലഫ്ളൻ മുനവ്വന, രണ്ടാമതും കളർഫുള്ളായ വർണ്ണം മാറ്റിയ ഒരു വാക്ക് കാണാം. വഹുവ ഖാലിദുൻ, ഇമാമുൽ മസ്ജിദ്, പള്ളിയിൽ ഇമാമായിരുന്ന ഖാലിദ്. ഖാലിദ് എന്ന വാക്കാണ്. ആരാ ഖാലിദ്? കേട്ടാൽ തന്നെ അറിയാം. അപ്പം എൻ്റെ പേര് ജഅഫർ അലി, നിങ്ങളുടെ പേര് മുഹമ്മദ്, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ആയിഷ, ഫാത്തിമ, ആമിന തുടങ്ങി ഇതൊക്കെ ഓരോ വ്യക്തികളുടെ പേരാണ്. ഖാലിദ് ഒരു വ്യക്തിയുടെ, ഒരു നിശ്ചിത വ്യക്തിയുടെ പേരാണ്. അത് അറബിയിൽ പറയാം, ഇവിടെ അത്രേ ഉള്ളൂ. വഹുവ ഇൻസാനുൻ മുഅയ്യനുൻ, ഒരു നിശ്ചിത വ്യക്തിയാണ് ഇവിടെ ഖാലിദ്. യുഖാലു ലഹു മഅരിഫ. ഇത്തരം പ്രയോഗങ്ങൾക്കാണ് അറബിയിൽ മഅരിഫ എന്ന് പറയാം. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അറിയപ്പെടുന്നത്, നിശ്ചയിക്കപ്പെട്ടത്, നിശ്ചിത വ്യക്തി, ഇന്നാലിന്ന വ്യക്തി എന്ന് പറയുമ്പോൾ പിന്നെ ജഅഫർ ഇന്നാലിന്ന ആളാണ്, അബ്ദുള്ള ഇന്നാലിന്ന ആളാണ്, ഫിക്സ്ഡാണ്, നിശ്ചിത വ്യക്തിയാണ്, അല്ലെങ്കിൽ നിശ്ചിത വസ്തുവാണ്. അൽ കഅബ, അൽ ഹജർ എന്നൊക്കെ പറയും പോലെ അൽ മസ്ജിദ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മസ്ജിദ് ഏതാണെന്ന് ഒന്നുകിൽ ദിക്രിയായിട്ടോ അല്ലെങ്കിൽ ദിഹനിയായിട്ടോ നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം ഓരോ പാഠങ്ങളിൽ. എനിവേ, ഇതൊക്കെ നിശ്ചിത എന്നൊരാശയം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വാക്കുകൾക്കാണ് അറബിയിൽ മഅരിഫ എന്ന് പറയുക. വഹുവ ഇൻസാനുൻ മുഅയ്യൻ യുഖാലു ലഹു മഅരിഫ. ഇതിന് നക്കിറയും മഅരിഫയും നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു നിർവചന രൂപത്തിൽ പറഞ്ഞാൽ ഫന്നക്കിറതു മാ ശാഅ ഫീ ജിൻസിൻ ഫയുസ്തഅമലു അലാ അയ്യി ഫർദിൻ മിൻഹു. ഒരു നിർവചനം, തഅരീഫ്. മാഹിയ നക്കിറ, നക്കിറ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഫന്നക്കിറതു മാ ശാഅ ഫീ ജിൻസിൻ ഫയുസ്തഅമലു അലാ അയ്യി ഫർദിൻ മിൻഹു. നക്കിറ എന്നാൽ ഒരു ജിൻസിന് ഒന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഒരു വിഭാഗത്തിന് ഒന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ റജുലുൻ, ഒരാൾ വന്നു, ഏതാൾ? ഏതൊരു വ്യക്തിയുമാവാം. ഫയുസ്തഅമലു, ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റും അല്ല അയ്യ ഫർദ് മിൻഹു, ആ ജിൻസിൻ്റെ, ആ വിഭാഗത്തിൽപ്പെട്ട ഓരോ ആളുകളെക്കുറിച്ചും, അല്ലെങ്കിൽ ആ വിഭാഗം വസ്തുക്കളിൽപ്പെട്ട ഓരോ വസ്തുവിനെക്കുറിച്ചും, ഏതൊരു സ്ഥലത്തെക്കുറിച്ചും, ഏതൊരു സ്ഥാനത്തെക്കുറിച്ചും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേഡ്. അതാണ് നക്കിറ. ഏതുപോലെ എക്സാമ്പിൾ റജുലിൻ വമ്രഅത്തിൻ, റജുൽ ഏതോ ഒരു പുരുഷൻ, വമ്രഅത്തിൻ ഏതോ ഒരു സ്ത്രീ, ഏത് പുരുഷനുമാവാം, ഏതു സ്ത്രീയുമാവാം. രണ്ടാമത്തത് മഅരിഫയാണ്. മഅരിഫ എന്നാൽ എന്ത്? മാ ഉലിഅ ലിമഅഹൂദിൻ മുഅയ്യൻ, ഒരു നിശ്ചിത വ്യക്തി, ഇന്നാലിന്ന മനുഷ്യൻ, ഇന്നാലിന്നയാൾ, ഇന്നാലിന്ന വസ്തു, ഇന്നാലിന്ന സ്ഥലം, ഇന്നാലിന്ന സാധനം എന്ന് നമുക്ക് ആദ്യമേ നിശ്ചിതമായി കൃത്യമായി അറിയാൻ കഴിയുന്ന ആ ഒന്നിനെ മാത്രം ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്ന വാക്ക്. ഇത്തരം വാക്കുകൾക്ക് മഅരിഫ എന്ന് പറയും. ഏതുപോലെ ഖാലിദിൻ വ സുബൈരിൻ, ഖാലിദ് എന്ന വ്യക്തി, സുബൈർ എന്ന വ്യക്തി എന്നൊക്കെ പറയുന്നത് പോലെ. ഈ മഅരിഫകൾ അറബിയിൽ ആകെ 6 ഇനം മാത്രമാണ്. 7ാമത്തൊരു മഅരിഫ അറബിയിലില്ല. ഏതൊക്കെയാണ് 6 എന്നാണ് നമ്മുടെ രണ്ടാം പോയിൻറ്റ്. അതിലേക്കാണ് ഇനി പാഠഭാഗം വരുന്നത്. വൽ മഅരിഫത്തു സിത്തത്തു അൻവാഇൻ. മഅരിഫ അറബിയിൽ 6 ഇനമുണ്ട്. നമ്പർ 1 അൽ-ലമാഇർ. ലമീർ ജംഅ ലമാഇർ, എല്ലാ ലമീറുകളും മഅരിഫയാണ്. നമ്പർ 2 അൽ അലം, എല്ലാ അലമുകളും മഅരിഫയാണ്. നമ്പർ 3 അസ്മാ ഉൽ ഇഷാറ, എല്ലാ ഇസ്മുൽ ഇഷാറയും മഅരിഫയാണ്. നമ്പർ 4 അൽ മൗസൂൽ, എല്ലാ ഇസ്മുൽ മൗസൂലും മഅരിഫയാണ്. നമ്പർ 5 അൽ മുഅറഫ് ബിൽ അലിഫ് വല്ലാം, അൽ അലിഫ് വല്ലാം വന്ന് തഅരീഫ് ചെയ്യപ്പെടുന്ന എല്ലാ വാക്കുകളും അറബിയിൽ മഅരിഫയാണ്. നമ്പർ 6 അൽ മുലാഫ് ഇല വാഹിദി മിമ്മാ ദുക്കിർ മിനൽ മആരിഫിൽ ഖംസ, ഈ പറഞ്ഞ അൽ-ലമാഇർ, അൽ അലം, അസ്മാ ഉൽ ഇഷാറ, അസ്മാ ഉൽ മൗസൂൽ, അൽ മുഅറഫ് ബിൽ അലിഫ് വല്ലാം തുടങ്ങിയ അറബിയിലെ ഈ 5 മഅരിഫുകളിലേക്കും നക്കിറയായ ഏതു വാക്കിനെ പിടിച്ച് ഇലാഫത്ത് ചേർത്ത് പറഞ്ഞാലും, മുലാഫ് ചെയ്യപ്പെട്ടാൽ, മുലാഫായി വന്നാൽ ആ വാക്കും ആ ചേർക്കുക എന്ന പ്രോസസ്സ് കൊണ്ട് മാത്രം അതും മഅരിഫയായി മാറും. അതാണ് 6ാമത്തേത്. ഇങ്ങനെ 6 ഇനം മഅരിഫകളാണ് അറബി ഭാഷയിൽ ആകെയുള്ളത്. ഇതിങ്ങനെ ഓടിച്ച് പറയാൻ കാരണം ഇൻഷാ അല്ലാഹ് അടുത്ത 11ാം പാഠം മുതൽ 16ാം പാഠം വരെയും, അതായത് 10ാം തരം ലിസാനിലെ അവസാനത്തെ പാഠം വരെ ഇനി മഅരിഫയിലെ 6 വിഭാഗങ്ങളിലെ ഓരോന്നിനെ കുറിച്ചാണ് ഓരോ പാഠങ്ങൾ. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് അവിടെ പഠിക്കാം. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. വഗൈറുഹു മഅരിഫത്തുൻ കഹും വദി വഹിന്ദ വബിനി വൽ ഗുലാമി വല്ലദി. വഗൈറുഹു, അതല്ലാത്തതെല്ലാം, അഥവാ നക്കിറയെക്കുറിച്ച് പറഞ്ഞു വന്ന നക്കിറ അല്ലാത്തതെല്ലാം അറബിയിൽ മഅരിഫത്തുൻ മഅരിഫയാണ്. ഏതുപോലെ കഹും, ലമീർ, ഹും, ഹുവ, ഹുമാ, ഹും വിശദമായി ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ പറയാം. വദി, ഹാദിഹി ഇസ്മുൽ ഇഷാറയായ ദി. വഹിന്ദ ഇസ്മുൽ അലം, ഒരു വ്യക്തിയുടെ പേര്, അലം. വബിനി, ഇബിനി, മൈസൺ, അൽ മുലാഫ്, ഇലാഫത്ത് കൊണ്ട് മഅരിഫയായത്. അൽ ഗുലാം, അൽ മുഅറഫ് ബിൽ അലിഫ് വല്ലാം, അൽ ഗുലാം എന്നത്. അല്ലദി ഇസ്മുൽ മൗസൂൽ, ഈ 6 ഉൾക്കൊള്ളിക്കുന്ന
പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ ഈ 6 ഓർമ്മയിൽ വരാൻ സിമ്പിളായി പഠിച്ചെടുക്കാവുന്ന ഒരു ചെറിയ കവിതാശകലമാണത്. വൈറുഹു മഅരിഫത്തുൻ കഹുംവദി വഹിന്ദ വബിനി വൽ ഗുലാമി വല്ലദി. ഇത്രയുമാണ് നക്കിറ വൽ മഅരിഫ എന്ന പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അവിടെ എക്സാം പരിഗണിച്ച് തദ്രീബാത്ത് നമ്മുടെ ആക്ടിവിറ്റി പോർഷനിലേക്ക് വന്നാൽ അജിബ് ഉത്തരം പറയുക. അന്നക്കിറത്തു മാഹിയ, നക്കിറ എന്നാൽ എന്ത്? അന്നക്കിറത്തു മാ ഷാഅ ഫി ജിൻസിൻ ഫയുസ്തഅമലു അലാ അയ്യി ഫർദ് മിൻഹു. സിമ്പിളാണ്. നമ്പർ 2 അഖ്സാമുൽ മഅരിഫത്തി കം ഹിയ. മഅരിഫ എത്ര വിഭാഗമുണ്ട് എന്നാണ്, എത്രയുണ്ട്. സിമ്പിളായി നമ്മൾ പഠിച്ചു. അഖ്സാമുൽ മഅരിഫത്തി സിത്തത്തുൻ. അഖ്സാമുൽ മഅരിഫത്തി സിത്തത്തുൻ 6 നമ്പർ 3 അൽ മഅരിഫത്തു മാഹിയ. മഅരിഫ എന്നാൽ എന്ത്? സിമ്പിളായി മനസ്സിലാക്കാം. അൽ മഅരിഫത്തു മാഹിയ മാ വുളിഅ ലിമഅഹൂദിൻ മുഅയ്യൻ, ഒരു നിശ്ചിത വ്യക്തി, ഇന്നാൽ ഇന്നയാൾ, നിശ്ചിത വസ്തു. നമ്പർ 4 അഖ്സാമുൽ മഅരിഫത്തി മാഹിയ. അഖ്സാമുൽ മഅരിഫത്തി മാഹിയ 6 പറഞ്ഞു മഅരിഫയുടെ ഇനങ്ങൾ ഏതൊക്കെയാണോ? ഏതൊക്കെയാണ് 6? നമ്പർ 1 അൽ ലമാഇർ. നമ്പർ 2 അൽ ആലം. നമ്പർ 3 അസ്മാഉൽ ഇഷാറ. നമ്പർ 4 അസ്മാഉൽ മൗസൂൽ. നമ്പർ 5 അൽ മുഅറഫ് ബിൽ അലിഫ് വൽ ലാം. ആൻഡ് നമ്പർ 6 അൽ മുലാഫ് ഇല അയ്യി വാഹിദി മിൻ ഹാദിഹിൽ മആരിഫിൽ ഖംസ. ഇത്രയുമാണ് മഅരിഫയുടെ 6 വിഭാഗങ്ങൾ. തദ്രീബാത്തിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട്. ബയ്യിനൽ അഫ്ആല വൽ അസ്മാ അൻ നക്കിറ വൽ മഅരിഫ മിമ്മാ യഅതി. താഴെ വരുന്ന ഈ ടെക്സ്റ്റിലുള്ള ഫിഅലുകളും നക്കിറയായ ഇസ്മുകളും മഅരിഫയായ ഇസ്മുകളും ഒന്ന് വിശദീകരിക്കാം. കതബ ജുനൈദുൻ ഇലാ അഖീഹി റിസാല. ജുനൈദ് തൻ്റെ സഹോദരൻ ഒരു കത്തെഴുതി. അത് ഖുറുഫി ഹാദിൽ അവൻ പറയുന്നത് അന്ന ഉനാസ മിനൽ ജഹലത്തിൽ മുൽഹിദീൻ, ദൈവനിഷേധികളായ ചില വിഡ്ഢികൾ, യഖൂലുന അവർ പറയുന്നത് ലാ യുഹ്ലികുന ഇല്ല ദഹർ, നമ്മെ നശിപ്പിക്കുന്നതും ഇല്ലാതാക്കുന്നതൊക്കെ കാലഘട്ടമാണ്, കാലത്തിൻ്റെ വികൃതികളാണ്. ഫഅജാബ ഫി റിസാലത്തിഹി, സ്വാഭാവികമായും സഹോദരൻ കത്തിന് മറുപടി കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞു നഅം അതെ യദ്ദഇ ബഅ്ലുന്നാസ്, ചില ആളുകൾ വാദിക്കുന്നുണ്ട് അന്ന ദഹർ കാലമാണ്, കാലമെന്ന പ്രതിഭാസമാണ്, ഹുവ അൽ ഫഅൽ, അതാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. വയുങ്കിറു ഖാലിഖൻ വറാസിഖ, ഒരു സൃഷ്ടാവും ഒരു പരിപാലകനും അന്നദാതാവുമൊക്കെയായ ദൈവത്തെ നിഷേധിക്കുന്നവരാണവർ എന്ന് മറുപടിയിലും കുറിച്ചു. നമുക്ക് ആ വിഷയമല്ല, അതിലുള്ള ഫിഅലുകൾ, ഇസ്മുകളിൽ തന്നെ നക്കിറയായ ഇസ്മുകൾ, മഅരിഫയായ ഇസ്മുകൾ. അൽ അഫ്ആൽ 1 ലൈനിൽ അൽ അഫ്ആൽ എന്നതിൽ ഫിഅലുകൾ നമുക്ക് എടുത്തെഴുതണം. 2ാമത്തേതിൽ അന്നക്കിറ, ഇസ്മുകളിലെ നക്കിറ. 3-ാം ഭാഗത്തിൽ അൽ മഅരിഫ എടുത്തെഴുതണം. അൽ അഫ്ആൽ കതബ, അതൊരു ഫിഅലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കതബ, ഫഅല, കതബ. ജുനൈദുൻ ഒരു വ്യക്തിയുടെ പേരാണ്, സ്വാഭാവികമായും എന്തായിരിക്കും? ഇസ്മാണ്. അതിന് പുറമെ ഇസ്മുൽ മഅരിഫയാണ്. മഅരിഫ കോളത്തിൽ എഴുതണം. ഇലാ അഖീഹി, അഖീഹി, അഖീഹി ലമീറിലേക്ക് ഇളാഫ ചെയ്തപ്പോൾ അഖീഹി ഒന്നിച്ചെഴുതുമ്പോൾ മഅരിഫയാണ്. റിസാലത്തൻ ഒരു ലെറ്റർ, ആരെഴുതിയ ഏത് ലെറ്ററും എന്തുമാവാം, ഒരു ലെറ്റർ. അന്നക്കിറ. യദ്കുറു, ദക്കറ യദ്കുറു ഫിഅലാണ്. ഫിഹാ അന്ന ഉനാസൻ ഏതോ ചില ആളുകൾ. അന്ന ഉനാസൻ എന്നത് നക്കിറയാണ്. മിനൽ ജഹല, അൽ ജഹല അലിഫ് വല്ലാം ഉണ്ട്, മഅരിഫയാണ്. അൽ മുൽഹിദീൻ, അൽ മുഅറഫ് ബിൽ അലിഫ് വല്ലാം മഅരിഫയാണ്. യഖൂലൂന, യഫ്അലൂന, യഖൂലു, യഖൂലാനി, യഖൂലൂന ഫിഅലാണ്. ലാ യുഹ്ലികുന, യുഹ്ലിക്കു അല്ലെങ്കിൽ യുഹ്ലിക്കു എന്ന ഫിഅലാണ്. ഇല്ല ദഹർ, അദ്ദഹർ അൽ അലിഫ് വല്ലാം ഉണ്ട്, മഅരിഫയാണ്. അജാബ അഫ്അല ഫിഅലാണ്. ഫി റിസാലത്തിഹി, റിസാലത്തുനെന്ന് മാത്രമാണെങ്കിൽ നക്കിറയായിരുന്നു, പക്ഷേ റിസാലത്തിഹി മഅരിഫയായ ലമീറിലേക്ക് ഇളാഫ ചെയ്തു, മഅരിഫയാണ്. യദ്ദഇ ഫിഅലാണ്. ബഅ്ൽ എന്ന് മാത്രം പറയുമ്പോൾ നക്കിറയാണ്. ബഅ്ലുന്നാസ് എന്ന അന്നാസിലേക്ക് ചേർത്ത് പറയുമ്പോൾ ഇളാഫത്ത് കൊണ്ട് മഅരിഫയാണ്. അദ്ദഹർ മഅരിഫയാണ്. ഹുവ ലമീർ, എല്ലാ ലമീറും മഅരിഫയാണ്. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത പാഠത്തിൽ നമുക്ക് വ്യക്തമായി പഠിക്കാം. അൽ ഫഅൽ അൽ മുഅറഫ് ബിൽ അലിഫ് വല്ലാം, അൽ ഫഅൽ മഅരിഫയാണ്. വയുൻകിറു ഫിഅലാണ്. ഖാലിഖൻ വേർഡ് നക്കിറയാണ്. റാസിഖൻ ആ വേർഡും ഇവിടെ നക്കിറയാണ്. അൽഹംദുലില്ലാഹ് ഇത്രയുമാണ് 10ാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ 10ാം പാഠത്തിൽ അന്നസിഹ എന്ന ഹെഡിങ്ങിൽ അന്നക്കിറ വൽ മഅരിഫ എന്ന വിഷയം നമുക്ക് പഠിക്കുവാനുള്ള ഈ പാഠഭാഗത്തിലുള്ളത്. അല്ലാഹു നാഫിഅ ഇൽമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.